ഹലോ ഹായ് ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ജോഗ്രഫിയിൽ ആദ്യത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററിൽ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്കറിയാം സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് എന്താണ് ദക്ഷിണയാനം, എന്താണ് ഉത്തരായനം എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, എന്താണ് ദക്ഷിണയാനം, എന്താണ് ഉത്തരായനം എന്ന് പഠിക്കുക. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട സീസണുകളെ കുറിച്ച് നമ്മൾ പഠിക്കാം. ഓക്കെ, അവിടെ കുറച്ച് ഡേറ്റുകളും അതനുസരിച്ച് സീസണുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണുന്നുണ്ട്. അതാണ് ഇതിനകത്ത് പഠിക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത് ഇതിനകത്ത് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടാണ്. ഒന്നാമത്തത് എന്താണ് ഗ്രീൻവിച്ച് മെറിഡിയൻ അല്ലെങ്കിൽ എന്താണ് പ്രൈം മെറിഡിയൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, നമ്മൾ കണ്ടു 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും ഇതനുസരിച്ചാണ് ലോകത്ത് മുഴുവൻ രാജ്യങ്ങളും സമയം കണക്കാക്കുന്നതെന്ന് നമ്മൾ കാണുന്നത്. ദെൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ മറ്റൊരു ഭാഗം സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആണ്. നമ്മൾ കണ്ടു ഈ രാജ്യങ്ങളിലൂടെ ഒരു രാജ്യത്ത് തന്നെ വിവിധ ലോങ്ങിറ്റ്യൂഡുകൾ കടന്നു പോകുന്നത് കൊണ്ട് ഓരോ ലോങ്ങിറ്റ്യൂഡും എടുത്ത് ഈ പറയുന്ന പോലെ രാജ്യത്തിൻ്റെ സമയം കണക്കാക്കാൻ ബുദ്ധിമുട്ടതായതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സെൻട്രലിലൂടെ കടന്നു പോകുന്ന മധ്യഭാഗത്തിലൂടെ കടന്നു പോകുന്ന ലോങ്ങിറ്റ്യൂഡിനെ ആ രാജ്യത്തിൻ്റെ ലോങ്ങിറ്റ്യൂഡായിട്ടും സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് കണക്കാക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് സമയം കണക്കാക്കുകയും ചെയ്തു നമ്മൾ കാണും. ഇങ്ങനെ കണക്കാക്കുന്ന സമയത്തെ സ്റ്റാൻഡേർഡ് ടൈം എന്നാണ് വിളിക്കുന്നത് നമ്മൾ കാണുന്നു. ഒപ്പം IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ കണ്ടു. ആദ്യം ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണെന്നും അതിൽ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് ഈ പറയുന്ന ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നും അത് കണക്കാക്കുന്ന സമയത്തെ IST അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നാണ് വിളിക്കുന്നത് നമ്മൾ കാണുന്നു. അതുകൂടെ പഠിക്കാം. ഒപ്പം നമ്മൾ പറഞ്ഞ പോലെ അടുത്തത് ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ദെൻ അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ടൈം കാൽക്കുലേഷൻ ആണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ടൈം കാൽക്കുലേഷൻ 3 രീതിയിലാണ് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് ചോദിക്കുന്നത്. ഒന്നാമത്തെ രീതി ഇങ്ങനെയായിരിക്കും: ഗ്രീൻവിച്ചിലെ സമയം തരികയും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ ഇന്ത്യയിലെ സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. നമ്മൾ കണക്കാക്കുന്ന പോലെ ഗ്രീൻവിച്ചിൽ നിന്ന് 82.5 ഡിഗ്രി ദൂരെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ഏകദേശം 5.5 മണിക്കൂറാണ് ഇവ തമ്മിലുള്ള ടൈം വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ഗ്രീൻവിച്ചിലെ സമയം തന്നിട്ട് ഇന്ത്യൻ സമയമാണ് കണക്കാക്കേണ്ടതെങ്കിൽ ആ ഗ്രീൻവിച്ചിൽ തന്നിരിക്കുന്ന സമയത്തോട് 5.5 മണിക്കൂർ കൂട്ടുക. ഓക്കെ, ഇനി രണ്ടാമത്തെ രീതി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം തന്നിട്ട് ഗ്രീൻവിച്ചിലെ സമയമാണ് കണക്കാക്കേണ്ടതെങ്കിൽ ഇന്ത്യൻ സമയത്തിൽ നിന്ന് 5.5 മണിക്കൂർ കുറച്ചാൽ ഗ്രീൻവിച്ചിലെ സമയം കിട്ടും. ഓക്കെ, ആദ്യത്തത് കൂട്ടുക, രണ്ടാമത് കുറയ്ക്കുക. ഇനി ചില സമയങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നൽകും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത് 9 മണിയാണെന്ന് കൂട്ടുക. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന ഗ്രീൻവിച്ചിൽ നിന്ന് 140 ഡിഗ്രി ഉദാഹരണമാണ് അത്രയും മാറ്റമുള്ള ഒരു രാജ്യത്തെ സമയം എത്രയാണെന്ന് ചോദിക്കുക. ഓക്കെ, അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീൻവിച്ചിൽ നിന്ന് രണ്ടാമത് വന്നിരിക്കുന്ന എത്ര ഡിഗ്രി ആണോ ആ രാജ്യത്തിൻ്റെത് അത് 82.5 ഡിഗ്രിയിൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, അതിനുശേഷം വരുന്ന സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുക, കിട്ടുന്ന സമയം മണിക്കൂറാക്കി മാറ്റുക, ഇതിനുശേഷം ഇന്ത്യൻ സമയമായിട്ട് ഇത് കൂട്ടുക. അപ്പോൾ ആ ഡിഗ്രിയിലുള്ള രാജ്യത്തെ അല്ലെങ്കിൽ നഗരത്തിൻ്റെ സമയം കിട്ടും. ഇതാണ് ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളായുള്ള ചാപ്റ്ററാണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ദെൻ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്ററും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ മാനവ ഉപശേഷി വികസനത്തെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ആദ്യമേ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ എന്താണ് മാനവ ഉപശേഷി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പഠിക്കുക, ഡെഫിനിഷൻ പഠിക്കുക. ദെൻ നമ്മൾ കണ്ടു ഹ്യൂമൻ റിസോഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്നും ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്നും അല്ലെങ്കിൽ ഗണപരമായ സവിശേഷതകളെന്നും ഗുണപരമായ സവിശേഷതകളെന്നും രണ്ടായിട്ട് തിരിക്കാമെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഈ രണ്ടെണ്ണം കൂടെ ഏതെങ്കിലും ഒരു എസ്സേ ആയിട്ട് ചോദിക്കാം. ഉദാഹരണത്തിന് ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സിനെ കുറിച്ച് ഒരു എസ്സേ അല്ലെങ്കിൽ ഗണപരമായ സവിശേഷതകളെ കുറിച്ച് ഒരു എസ്സേ ചോദിക്കാം, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഗുണപരമായ സവിശേഷതകളെ കുറിച്ചും ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക, രണ്ട് ഭാഗത്തു നിന്ന് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അതിനകത്ത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ ഗണപരമായ സവിശേഷതകൾ എന്തൊക്കെയാണ് നമ്മൾ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ സൈസ് ഓഫ് പോപ്പുലേഷൻ നമ്മൾ കാണും. എന്താണ് സെൻസസ് എന്ന് പഠിക്കുക, ഇന്ത്യയിൽ സെൻസസ് നടത്തുന്ന ഏജൻസി ഏതാണെന്ന് പഠിക്കുക, എന്തൊക്കെ കാരണത്തിന് വേണ്ടിയാണ് ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം നടത്തുന്നതെന്ന് കൂടി പഠിക്കുക നിർബന്ധമാണ്. ഓക്കെ, ദെൻ അതിനുശേഷം ബാക്കിയുള്ള കണക്കുകളൊക്കെ നമ്മൾ തൽക്കാലം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കണക്കുകൾ തൽക്കാലം നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം കണക്കുകളൊക്കെ വലിയ രീതിയിൽ മാറിയതുകൊണ്ട് ആ കണക്കുകൾ ചോദിക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ വരുവാണെങ്കിൽ ദെൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസാന്ദ്രത എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ കണ്ടു 1 സ്ക്വയർ കിലോമീറ്റർ. 1 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 4 സൈഡും
ഓരോ കിലോമീറ്ററിൽ ഒരു പ്രദേശത്ത് എത്ര ആളുകൾ താമസിക്കുന്ന കണക്കിനാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് കാണുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ജനസംഖ്യ വർധന നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അതിനുശേഷം പോപ്പുലേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ജനസംഖ്യ ഘടന. ഓക്കെ, പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാവുന്ന ഒരു മേഖല കൂടിയാണ് പോപ്പുലേഷൻ സ്ട്രക്ചർ. നമ്മൾ കണ്ടിരുന്നു ഓരോ രാജ്യങ്ങളിലെ ജനങ്ങളുടെ പ്രായത്തിനനുസരിച്ച് 3 സ്ട്രക്ചറായിട്ട് നമ്മൾ ജനസംഖ്യ തിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടു 0 മുതൽ 14 വയസ്സ് വരെ, 15 മുതൽ 59 വയസ്സ് വരെ, 60 മുകളിലേക്ക്. നമ്മൾ കണ്ടു ഇതിൽ രണ്ടാമത്തതായിട്ടുള്ള 15 മുതൽ 59 വരെ വയസ്സുള്ള ആളുകളെയാണ് എന്ത് വിളിക്കുന്നത്, ലേബർ പാർട്ടിസിപ്പേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന വിഭാഗം എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് രണ്ടാമത്തെ ജനസംഖ്യയാണ് കൂടുതലെങ്കിൽ ആ രാജ്യം എപ്പോഴും വികസനത്തിലേക്ക് പോകുമെന്നും ആദ്യത്തെയും അവസാനത്തെയുമാണ് ഉള്ളതെങ്കിൽ ജനസംഖ്യ ഈ പറയുന്ന വികസനത്തിൽ നിന്ന് ആ രാജ്യം പുറകോട്ട് പോകുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സിൽ വരുന്നത്. ഒപ്പം നമ്മൾ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണെന്ന് കൂടെ നിങ്ങൾ ഇതിനകത്ത് ഭാഗമായിട്ട് പഠിക്കണം. ഓക്കെ, നമ്മൾ അതിനുശേഷം ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സിൽ നമ്മൾ കണ്ടുന്നു 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് എഡ്യൂക്കേഷനും രണ്ടാമത്തത് ഹെൽത്തുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഏറ്റവും അത് എഡ്യൂക്കേഷനിൽ ഒത്തിരി വർഷങ്ങളായിട്ട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒരാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. നിർബന്ധമായിട്ട് ആ ഫ്ലോ ചാർട്ട് പഠിച്ചിരിക്കണം. ആ ഫ്ലോ ചാർട്ട് എന്തായാലും ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പിന്നീട് നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ലിറ്ററസി റേറ്റും അതുപോലെ തന്നെ ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് സർക്കാർ കൊണ്ടുവന്ന വിവിധ പോളിസികളും അതിൽ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുമാണ്. 2 ലക്ഷ്യങ്ങൾ വീതമെങ്കിലും നിർബന്ധമായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ അവകാശം നിയമം എന്നാണ് പാസ്സാക്കിയതെന്നുള്ള ആ വർഷം കൂടെ പഠിക്കുക. ഒപ്പം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നേടുന്ന വെല്ലുവിളികൾ 3 അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ 3 നിർബന്ധമായിട്ട് പഠിക്കുക. അതാണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്. ഹെൽത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ പൗരന്മാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് നമ്മൾ കാണാം. ഓക്കെ, ന്യൂട്രീഷ്യസ് ഫുഡ്, ക്ലീനസ്, അവൈലബിൾ ഓഫ് ക്ലീൻ വാട്ടർ മുതലായ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതും പഠിക്കുക. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ പ്രധാനമായിട്ടും റൂറൽ മേഖലയിലും അർബൻ മേഖലയിലും ഈ പറയുന്ന ആരോഗ്യ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനകൾ. ഓക്കെ, നമ്മൾ അതിനകത്ത് NRHM അതുപോലെ NUHM ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നും കൂടെ നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, ഇതുമാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ജോഗ്രഫിയിലെ ആദ്യത്തെയും 3ാമത്തെയും ചാപ്റ്ററുകളിൽ നിന്നുള്ള ഉത്തരങ്ങൾ, ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ പറയുന്ന പോലെ സംശയങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.